ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചെറുതായിട്ടൊന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളും മേടിക്കാൻ വേണ്ടി ആദ്യം പോവുകയാണ്. നമ്മൾ തൊട്ടടുത്ത റൂമിലുള്ളവരുമാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുക വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം സാധനം മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സാധനം മേടിക്കുന്നതിൽ കാണാം. നമ്മൾ സാധനം മേടിക്കാൻ പോകല് ഷർഫിയിലാണ് കേട്ടോ. ഇവിടെയാണ് മലയാളികളെ കടകൾ അധികം ഉള്ളത്. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ കിട്ടും. അപ്പം നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോകല് ഇങ്ങോട്ടാണ് കേട്ടോ. തേങ്ങ നമ്മളിങ്ങനെ ചിരകിയിട്ടാട്ടോ മേടിക്കല്. നമുക്കിവിടെ ചിരകാനുള്ള സൗകര്യമൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചിരകിയ തേങ്ങയാണ് മേടിക്കല്. പച്ചക്കറികളൊക്കെ ഏറെക്കുറെ എല്ലാം ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചക്കറി അല്ലാത്ത ഐറ്റംസ് എടുക്കാൻ അവിടെ തന്നെ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ട് അല്ലാത്ത സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പപ്പടം, അങ്ങനത്തെ കടല, പരിപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾ രണ്ടു കൂട്ടർ ഒരു റൂമിൽ ഇരുന്നിട്ട് പച്ചക്കറികളൊക്കെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി ചെയ്തിട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് അരിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ +2 ഒക്കെ ഓർമ്മ വന്നു. അങ്ങനെ ഓണത്തിൻ്റെ തലേന്ന് പച്ചക്കറി അരിയാനും സ്കൂളിൽ പോകുന്നതും അതൊക്കെ അങ്ങനെ ഓർമ്മ വന്നു. ഭയങ്കര ഒരു നൊസ്റ്റോ. പിന്നെ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നല്ല രസം. പെട്ടെന്ന് പണിയും കഴിയും. പിന്നെ നമുക്കൊരു ബോറടി ഉണ്ടാവില്ല. ഇങ്ങനെ അരിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. രാത്രിയാണ് കേട്ടോ ഞങ്ങളിതൊക്കെ ഇരുന്ന് അരിയുന്നത്. ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഫുഡും കഴിച്ചിരുന്ന് അരിയാൻ തുടങ്ങിയതായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു ഓണപ്പരിപാടി ആയിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും സ്റ്റാറ്റസും ഇങ്ങനെ ഓണത്തിൻ്റെ സദ്യ ഒക്കെ കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ നമുക്കും ഉണ്ടാക്കാം ഒരു സദ്യ. അങ്ങനെ 2 കൂട്ടരും കൂടി പകുതിയാക്കി കറികളൊക്കെ അങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ ഒരുങ്ങി. എന്നിട്ട് പിന്നെ ഫുള്ള് അരിഞ്ഞ് എല്ലാത്തിനുള്ളത് സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി ഇങ്ങനെ വെച്ച് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചതാണ് നല്ല രസമുണ്ട് അല്ലേ. നല്ല കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഉറക്കൊഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിട്ടോ. പയറുപ്പേരി, സാമ്പാർ, രസം, അടപ്രഥമൻ, പായസം, ഇഞ്ചിപ്പുളി, ചീരപ്പേരി, പച്ചടി, കൂട്ടുകറി, അവിയൽ, കിച്ചടി, ചെറുപയർ പായസം, ക്യാബേജ് തോരൻ, ചോറ്, പപ്പടം, കാളൻ, ഇതൊക്കെയായിരുന്നു കേട്ടോ സദ്യ വിഭവങ്ങൾ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ എല്ലാ കറികളും ഇട്ട് അതിൽ ചോറൊക്കെ വിളമ്പി ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു സുഖം കേട്ടോ, ഒരു സന്തോഷം.
അങ്ങനെ ഉഷാറായിട്ട് ഓണത്തിന് ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ റൂമിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ സദ്യ ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ. ചെറിയ സ്ഥലമാണെങ്കിൽ നമ്മളുള്ള സ്ഥലത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.